സമസ്ത മേഖലകളും സ്തംഭനത്തിലായിരിക്കുന്ന ഒരവസ്ഥ. കോവിഡ് കാലത്ത് കോവിഡ് മൂലം സ്തംഭനത്തിലായി, ഇപ്പോൾ ധനപ്രതിസന്ധി മൂലം സ്തംഭനത്തിലായിരിക്കുന്ന ഒരവസ്ഥ. ഈ അവസരത്തിലും ഞങ്ങളുടെ ശമ്പളം പരിഷ്കരിക്കണമെന്ന് പറയാനുള്ള ഉളുപ്പ് യൂണിയനുകൾ കാണിക്കുന്നു എന്നുള്ളത് തന്നെ, അതായത് ഞാനും അതിൻ്റെ ഒരു ഗുണഭോക്താവാകുന്നു. ശമ്പള പരിഷ്കരണം വന്നാൽ പെൻഷൻ പരിഷ്കരണം വരുമെന്നുള്ളതുകൊണ്ട്. പക്ഷേ എനിക്ക് അത് പറയാൻ പറ്റില്ല, ചോദിക്കാൻ പറ്റില്ല. ഞാൻ പറയുകയാണ്, ശക്തിയുക്തം വാദിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ആർഗ്യുമെൻറ്റുമായി ഞങ്ങളുടെ ശമ്പള പരിഷ്കരണം എന്ന് പറഞ്ഞ് മുൻപോട്ട് ചെല്ലുന്നത് തന്നെ ലജ്ജാകരമാണ്. ജനങ്ങളുടെ മുഖത്ത് എങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ട യൂണിയൻകാരെ നോക്കാൻ പറ്റുന്നത്, നിങ്ങൾ ഏത് യൂണിയനിൽ പെട്ടവരാണെങ്കിലും? കാരണം നിങ്ങൾ ചുറ്റുവട്ടത്തുള്ളവരുടെ സങ്കടം കാണാതെ അവരെ സേവിക്കാനാണ്, പൊതുജനങ്ങളെ സേവിക്കാനാണ് സെക്രട്ടേറിയറ്റ് ജീവനക്കാരും ഒക്കെ ഉള്ളത് എന്ന് മനസ്സിലാക്കാതെ അവരുടെ യജമാനന്മാരായി ഇരുന്നു കൊണ്ട് അവർ നൽകുന്ന നികുതിപ്പണം എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു കാര്യം ഓർക്കുക. നിങ്ങളുടെ ശമ്പളത്തിൻ്റെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് നിത്യോപയോഗ സാധനങ്ങൾക്കും മറ്റെല്ലാറ്റിനുമായി ചെലവഴിക്കുന്നത്. അപ്പോൾ ആ ഒരു ചെറിയ ഭാഗത്തിന് അതിൽ നിന്ന് മാത്രമേ നികുതി കൊടുക്കുന്നുള്ളൂ. മറിച്ച് നിങ്ങൾ ഇൻകം ടാക്സ് കൊടുക്കുന്നവരായിരിക്കും, അത് ഞാൻ സമ്മതിക്കുന്നു. അതേ സമയത്ത് ഈ പാവപ്പെട്ടവർ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള 3 കോടി ജനങ്ങൾ, 3,54,00,000 ഈ 4-5 ലക്ഷം കഴിഞ്ഞാൽ ബാക്കി മനുഷ്യരെല്ലാം സാധാരണ ഇൻകംകാരാണ്. ആ സാധാരണ ഇൻകംകാരൊക്കെ അവരുടെ കയ്യിൽ കിട്ടുന്ന പണം മുഴുവനും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ അതിൽ മുഴുവൻ അവർ നികുതി കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള നികുതി പണം എടുത്താണ് നമ്മളെ ഗവൺമെൻറ് ഊട്ടുന്നത്, നമ്മളെ ഗവൺമെൻറ് 5 വർഷ ശമ്പള പരിഷ്കരണം നടത്തി മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ആ ചിന്തയോടുകൂടി വിനയാന്വിതരായിട്ടൊന്ന് ചിന്തിക്കണം. ഇപ്പോൾ നമ്മൾ ശമ്പള പരിഷ്കരണം ചോദിക്കാമോ? കോവിഡ് കഴിഞ്ഞ സമയത്ത് ശമ്പള പരിഷ്കരണം നടത്തിയതിൻ്റെ ആഘാതത്തിലാണ് ഈ ഗവൺമെൻറ് ഇത്ര കടുത്ത ധനപ്രതിസന്ധിയിലേക്ക് പോയത്. അതുപോലെ വീണ്ടും ഒരു ശമ്പള പരിഷ്കരണം ഇപ്പോൾ നടത്തുകയാണെങ്കിൽ കേരളം കടക്കണിയിൽ ചെന്ന് എത്തുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, യൂണിയൻകാരെ, ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഒരു കാരണവശാലും ഒരു ശമ്പള പരിഷ്കരണം എന്ന ഡിമാൻഡുമായി ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോകരുത്. അങ്ങനെ പോകരുത് എന്ന് ഞാൻ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നും കൂടി നിങ്ങൾ യുക്തിസഹമായി ഒന്ന് കേട്ട് വിലയിരുത്തുക. അതായത് ശമ്പള പരിഷ്കരണം നടത്തുകയാണെങ്കിൽ കുടിശ്ശിക നീണ്ടു കിടക്കും 3-4 വർഷങ്ങളിലേക്ക്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിൻ്റെ കുടിശ്ശിക ഇതുവരെ തന്നു തീർന്നിട്ടില്ല. ഈ കുടിശ്ശിക തീരാത്തത് കൊണ്ട് എന്താ സംഭവിക്കുന്നത് എന്നറിയാമോ? നിയമപരമായി നമുക്ക് GSDPയുടെ 3% കടമെടുക്കാം. ആ കടമെടുക്കുന്നതിൻ്റെ വലിയ ഒരു ഭാഗം അത് മൂലധന നിക്ഷേപത്തിന് വേണ്ടിയാണ് കടമെടുക്കുന്നത്. ധനതത്വശാസ്ത്രം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. മൂലധന ചെലവിന് വേണ്ടിയാണ് കടമെടുക്കേണ്ടത്. പക്ഷേ കേരളത്തിൽ കടമെടുക്കുന്നതിൻ്റെ 82% വരെ ശമ്പളം, പെൻഷൻ, പലിശ ഇത് 3ഉം കൊടുക്കാൻ ചെലവഴിക്കേണ്ടി വന്ന വർഷങ്ങളുണ്ട്. ഏറ്റവും കുറവ്, അതായത് കടമെടുക്കുന്നതിൽ നിന്ന് 38% എടുത്ത വർഷങ്ങളാണ് ഏറ്റവും കുറവെടുത്ത വർഷങ്ങൾ. അപ്പം 38% മുതൽ 82% വരെ പോകുന്നത് എങ്ങോട്ടാണ്? കടമെടുത്താൽ മൂലധന നിക്ഷേപത്തിലേക്കല്ല പോകുന്നത്, ശമ്പളം, പെൻഷൻ, പലിശ ഇവ കൊടുക്കുന്നതിലേക്കാണ്. അതുകൊണ്ടാണ് കേരളം കടമെടുക്കുന്നു, വീണ്ടും കടമെടുക്കുന്നു, അങ്ങനെ കടക്കണിയിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ എന്താണ് സാധ്യത? ശമ്പള പരിഷ്കരണം 10 വർഷത്തിൽ ഒരിക്കലാക്കുക. മറ്റ് സംസ്ഥാനങ്ങൾ അങ്ങനെയാണല്ലോ, കേന്ദ്രവും അങ്ങനെ ശമ്പള പരിഷ്കരണം 10 വർഷത്തിൽ ഒരിക്കലാക്കുമ്പോൾ നമ്മുടെ ഈ ശമ്പള കുടിശ്ശിക, അതായത് കൊടുക്കാനുള്ള കുടിശ്ശികയെല്ലാം ഒരു 4-5 വർഷങ്ങൾ കൊണ്ട് കൊടുത്തു തീർന്നു കഴിഞ്ഞാൽ പിന്നെയുള്ള വർഷങ്ങളുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് കടമെടുക്കുന്ന പണം 100% മൂലധന നിക്ഷേപത്തിന് വേണ്ടി ചെലവഴിക്കാം. കടമെടുക്കുന്ന പണം ഒരു പൈസ പോലും ശമ്പളവും പെൻഷനും ഒന്നും കൊടുക്കാൻ പിന്നെ മാറ്റി വെക്കേണ്ടി വരില്ല. അത് പൂർണ്ണമായിട്ടും മൂലധന നിക്ഷേപത്തിന്, അതായത് മൂലധന നിക്ഷേപം എന്ന് പറയുമ്പോൾ ഏത് തരം നിക്ഷേപമാണ്? നമ്മുടെ റോഡുകൾ, നമ്മുടെ അതുപോലെയുള്ള ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങളിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ സാമൂഹ്യ അടിസ്ഥാന സൗകര്യങ്ങൾ. എന്താണ് സാമൂഹ്യ അടിസ്ഥാന സൗകര്യങ്ങൾ? വിദ്യാഭ്യാസ മേഖലയിൽ വേണ്ടത്, അതുപോലെ ആരോഗ്യ മേഖലയിൽ വേണ്ടത്. നമ്മുടെ ആരോഗ്യ മേഖലയൊക്കെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് ഇപ്പോൾ.
അപ്പോൾ അങ്ങനെയുള്ള ഒരു ഹെൽത്ത് സെൻ്ററിൻ്റെ കാര്യം തന്നെ ഓർക്കുക. ഞാൻ താമസിക്കുന്ന ഈ മണ്ണന്തല ഒരു ഹെൽത്ത് സെൻ്റർ, ആ ഹെൽത്ത് സെൻ്ററിൽ ഒരാവശ്യത്തിന് വേണ്ടി ഞാൻ ചെന്നപ്പോൾ കണ്ടത് എല്ലാ പൊളിഞ്ഞ് നാശമായ കസേരകൾ. അവിടെ വരുന്നവർക്ക് ഇരിക്കാൻ ഒരു കസേര പോലുമില്ല. എത്ര ഡയലാപ്പിഡേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നറിയാമോ ആ ഹെൽത്ത് സെൻ്ററിലുള്ളത്. അങ്ങനെ അത് തിരുവനന്തപുരം സിറ്റിയിലാണെന്ന് ഓർക്കണം. അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള ഹെൽത്ത് സെൻ്ററുകളിലും മറ്റുള്ള സൗകര്യങ്ങൾ ആരോഗ്യ മേഖലകളിലൊക്കെ എന്തായിരിക്കും അവസ്ഥ? മാനന്തവാടിയിൽ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഉണ്ട്. നിങ്ങൾ ഒന്ന് പോയി അന്വേഷിക്കണം, അതിനെ ഒരു മെഡിക്കൽ കോളേജ് എന്ന് പേരിട്ട് വിളിക്കാമോ എന്നൊന്ന് അന്വേഷിക്കണം. എന്ത് സൗകര്യമാണ് അവിടെ കിട്ടുന്നത്? അങ്ങനെയാണ് അത്. മാനന്തവാടി മെഡിക്കൽ കോളേജ് എനിക്ക് നേരിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെയാണ് മറ്റ് ജില്ലകളിലൊക്കെയുള്ള മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ, താലൂക്ക് ആശുപത്രികളുടെ അവസ്ഥ. അങ്ങനെ സമസ്ത മേഖലകളും വീണടിഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ വീണടിഞ്ഞു കിടക്കുന്ന ഒരു സംസ്ഥാനത്തിലാണ് നമ്മുടെ സൗകര്യാർത്ഥം ഞങ്ങളുടെ ശമ്പള പരിഷ്കരണം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മുറവിളി കൂട്ടുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളെല്ലാം മനുഷ്യരാണ്. നമ്മൾക്ക് മനുഷ്യത്വപൂർവ്വം ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ കഴിയണം. അതുകൊണ്ട് എൻ്റെ റിക്വസ്റ്റാണ്, നിങ്ങൾ ഈ ശമ്പള പരിഷ്കരണം ഇപ്പോൾ നടത്തണമെന്ന് പറയാതെ 5 വർഷവും കൂടി കഴിഞ്ഞിട്ട് മതി ശമ്പള പരിഷ്കരണം എന്ന് പറയുക. അത് മാത്രവുമല്ല, അഭിജിത്ത് ബാനർജി ചലഞ്ച് ചെയ്തതുപോലെ നാം ഒരു തീരുമാനം എടുക്കണം. എഫിഷ്യൻസി പ്രൊമോട്ട് ചെയ്യും. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി പഠിക്കും. അതിനുള്ള ടെക്നോളജി ഞാൻ പുറകിലാണ് എങ്കിൽ ഞാൻ ആ ടെക്നോളജിക്ക് വേണ്ട ട്രെയിനിങ് അണ്ടർഗോ ചെയ്യും. ഗവൺമെൻറ്റിനെ കൊണ്ട് ആ ട്രെയിനിങ് നടത്തിപ്പിക്കും. ആ ട്രെയിനിങ് അണ്ടർഗോ ചെയ്യും. അങ്ങനെ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ട് സാങ്കേതിക മികവുള്ള തൊഴിലാളികളായിട്ട് ഞങ്ങളെ 100% പേരും വർക്ക് ചെയ്യും. അങ്ങനെ എഫിഷ്യൻസി, ഗവൺമെൻറ്റിൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കും. കുടിശ്ശിക ഒന്നുമില്ലാത്ത നിറഞ്ഞിരിക്കുന്ന ഒരു ഖജനാവ് ഞങ്ങൾ സൃഷ്ടിക്കും. എല്ലാ മേഖലകളിലും എഫിഷ്യൻസിയെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുമെന്ന് വാഗ്ദാനം എടുത്തുകൊണ്ട് ഈ ശമ്പള പരിഷ്കരണ റിക്വസ്റ്റിൽ നിന്ന് പതുക്കെ പിന്മാറണമെന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, യൂണിയൻകാരെ, എനിക്ക് നിങ്ങളോടെല്ലാം ആദരവും സ്നേഹവുമാണ്. അത് അങ്ങനെ നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്.